മനമേ പുകഴ്ത്തിടുമീ മഹോന്നതൻ തൻ മഹിമാ. ഒരു നിമിഷവും തളരാതെ, ഒരു നിമിഷവും തളരാതെ തിരുമാറിൽ വിശ്രാമം തേടുമെന്നാമം മനോഹരം. ആതൻ നാമം മനോഹരം. മഹാത്ഭുതം തൻ പ്രേമം. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. English song, fairest of all the earth is all. 36 from the Malayalam English song. Fairest of all. The name of God is glorified. കഴിഞ്ഞ ദിവസം മലയാളികളുടെ ഒരു അസംബ്ലിയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും സംസാരിക്കാൻ ഞാൻ ഏറ്റുപോയിരുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷിലും വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. The other day I was asked to speak in Malayalam, otherwise I would have spoken in English. ഇവിടെയുള്ള ദൈവങ്ങളോടൊന്നിച്ച് ആദ്യമായിട്ടാണെങ്കിലും പത്രമേശയിൽ പങ്കെടുത്ത ദൈവത്തെ ആരാധിക്കാൻ ഒരു സാവാസം ദിവസവും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God that He has enabled me also to take part in Lord's table tonight with all the saints over here. തുടർന്ന് ദൈവത്തിൽ നിന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സാവാസം നൽകി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Also I would like to thank the Lord for giving me this opportunity to share from the Word. സമയമൊക്കെ വളരെ പഞ്ചുലായിട്ട് പാലിക്കുന്ന ഒരു അസംബ്ലിയാണെന്ന് മനസ്സിലായി. It's somebody who punctually manages time. അതേപോലെ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാനും മെസ്സേജ് അവസാനിപ്പിച്ചോളാം. Likewise, I will also complete my work within this period of time. നാം എല്ലാം അറിയുന്ന പോലെ ദൈവം സർവ്വ കൃപാലുവാണ്. We all know that our God is a gracious God. നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയാൽ മാത്രമാണ്. It's only because of God's grace that we receive all blessings in our life. ഇന്ന് പാടിയ ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ ഒരു ആദ്യത്തെ ലൈൻ ഇങ്ങനെയാണ്: ദൈവത്തിന് നന്ദി കരയറ്റാൻ കാരണം ദൈവകൃപ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്നു. Because of God's grace coming from above, we can thank and praise God for what He said. നമ്മള് ഈ ദൈവകൃപ എന്നുള്ള വാക്ക് മിക്കവാറും എല്ലാ പാട്ടുകളിലും ഉണ്ട്. This praise, the grace of God, is almost mentioned in every song. ഒരു ഉദാഹരണത്തിന് കൃപയാൽ ഞാൻ ദൈവമകനായി എന്തോ ഒരു അത്ഭുതമേ എന്നൊരു പാട്ട്. One of the lines says that by grace we have become the children child of God. And it is not അത് wonderful. അതാണ് അത്ഭുതകരമായിരിക്കും. And it's also a wonderful thing. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. We can thank and praise God by singing it. ഞാൻ ദൈവമകനായി എന്തൊരു അത്ഭുതം. Because I feel the child of God, that is a wonderful thing. സഭയായിട്ട് നാം പാടുന്ന ഒരു പാട്ടുണ്ടോ? ദൈവ കൃപയെ ചിന്തിക്കാം, നിത്യ ജീവൻ നൽകിയതോർക്കാം. We also sing that song that let's thank and praise God for what He has done to each one of us. അത് സഭയിൽ മൊത്തമായിട്ട് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാവുന്ന ഒരു പാട്ടാണ്. That song is a song that we can sing as a church. ഞാൻ പറഞ്ഞതിന്റെ സാരം നാം ചെയ്യുന്ന അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവകൃപയാണ്. The source of all the blessing that we enjoy is from the Lord. എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ ഒരിക്കലും കണ്ണിനൽപ്പം പ്രയാസമുണ്ട്. I said problem. അതുകൊണ്ട് അധികം വായിച്ചു. So please read if anybody gets verses first. ഇന്ന് ദൈവകൃപ എന്നുള്ള ആ ഒരു പൊതുവായിട്ടുള്ള വിഷയമല്ല ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. Today I'm not going to speak about in general sense the grace of God. ദൈവകൃപ എന്തിനെല്ലാം ആവശ്യമുണ്ട്, എവിടെയൊക്കെയാണ് ദൈവകൃപ കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ്. I just have to highlight the things where in which all aspects is applicable the grace of God in our lives. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ
അന്യോന്യം കാണുമ്പോൾ സഹോദരി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ദൈവകൃപയാൽ ഞാൻ ക്ഷമമായിട്ടിരിക്കുന്നു. If we ask the brother or sister, how are you doing? By God's grace, we will receive that answer. ചിലര് അത് പറയാറില്ല, ചിലര് തരക്കേടില്ല, പോകുന്നു, ഇങ്ങനെയൊക്കെ പറയും. Sometimes some people may not say like that. Say it's going on. എന്നാൽ നമുക്ക് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സഹോദരനോടോ സഹോദരിയോട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി അത് പരിഹരിച്ചതിന് ശേഷം നമ്മൾ അവരെ വീണ്ടും കണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ദൈവകൃപയാൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയാൻ സാധ്യത കുറവാണ്. Usually, if we have any ill towards others, and when we see others, it's very difficult to say that by God's grace we are good. അപ്പോൾ വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. We use other verses. നമുക്ക് ഞാനിവിടെ ഉള്ള ആരുടെയും വ്യക്തിപര ജീവിതത്തെ കുറിച്ച് എനിക്കറിയില്ല. I don't know much about anybody. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ആ വിധത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നും എനിക്കറിയില്ല. I'm not able to understand whether you will be able to grasp that context of what. ഈ വിഷയം എടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലായത് ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനുമുള്ള ദൈവകൃപയാണ് ഏറ്റവും വലിയ ദൈവകൃപ എന്ന് ഞാൻ മനസ്സിലാക്കി. The one of the great grace of God is we need to forgive others. Forgive മാത്രമല്ല, ക്ഷമ ചോദിക്കാൻ. To ask also for forgiveness also. ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനും ഉള്ള ദൈവകൃപ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ടിയാണ്. This is the grace of God that is very mandatory for each one of us to forgive others as well as ask for forgiveness. തിരുവഴുത്തിന്റെ വെളിച്ചത്തിൽ ചില വ്യക്തികൾ ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ചു തന്ന അവരെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. In the light of God's word, I'd like to also highlight and emphasize upon certain characters who depict this weakness in their lives. ആദ്യമായിട്ട് യേശാവും യാക്കോബും സഹോദരങ്ങളുടെ ചരിത്രം എടുക്കാം. Let's begin with the story of Esau and Jacob. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചരിത്രം ഒരുപാട് ഞാൻ പറയുന്നില്ല, സമയവും ശ്രദ്ധിക്കണമല്ലോ. You know the background of this story. യേശാവും യാക്കോബും ചെറുപ്പകാലത്തില് അല്ലെങ്കിൽ യുവാക്കളായിട്ടിരിക്കുന്ന സമയത്ത് അന്യോന്യം തെറ്റിപ്പിരിഞ്ഞു. When they were young, both Esau and Jacob, they departed ways. കാരണം യാക്കോബ് യേശാവിനെ മൂത്ത ജ്യേഷ്ഠനെ വഞ്ചിച്ചു. Because Jacob betrayed his eldest brother Esau. ആ ഒരു ചരിത്രമാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. That's the history, the story that comes in our mind. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, യേശാവ് യാക്കോബിനെ കൊല്ലുമെന്ന് പറഞ്ഞു. You might have also remember the story where once he said that Esau will kill his brother. കാരണം വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം മൂത്ത സഹോദരനുണ്ടായി. Because he knew that he was being betrayed. നമ്മുടെയും ജീവിതത്തിൽ നാം വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് കോപം ഉണ്ടാകും, നമ്മുടെ വാക്കുകൾ മാറും, നമ്മുടെ പ്രവൃത്തികൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. Likewise, there could be instances in our lives also when we think that we have been betrayed by others, then we also have that ill towards others and make us have ill towards others. ബൈബിളിൽ വായിക്കുന്നത് അവർ രണ്ടുപേരും വേർപിരിഞ്ഞ താമസമായി. So we read the Bible that they departed ways. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും ചെയ്ത വാഗ്ദത്തം അനുസരിച്ചിട്ട് ഇവരെയും ദൈവം അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകി. Likewise, what God has promised to Abraham and Isaac, he also blessed these children as well. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിച്ചു. Both the children were blessed by the Lord. നാളുകൾക്ക് ശേഷം യാക്കോബിന് എന്ന് വിചാരിക്കണം, വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്, യാക്കോബിന് ജ്യേഷ്ഠ സഹോദരനോട് ക്ഷമ ചോദിക്കണം എന്നുള്ള ഒരു മനസ്സുണ്ട്. Later part we see that in his life that Jacob wanted to ask for forgiveness to his elder brother. യാക്കോബ് എങ്കിലും മനസ്സിൽ ഭയമുള്ളവനായിരുന്നു. But he has fear in his heart. അതുകൊണ്ട് താൻ തന്റെ ദാസന്മാരെ യേശാവ് താമസിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ മനോനില ഇപ്പോഴും കോപിഷ്ഠനാണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ആളയച്ചു. So that he sent Jacob sent his servants before to see what's the state of mind Esau is in. ദാസന്മാർ കൊണ്ടുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു പോസിറ്റീവ്
ആറ്റിറ്റ്യൂഡ് ആണ് യേശാവിനുള്ളതെന്ന് യാക്കോബിന് മനസ്സിലായി. And Jacob was able to understand that because of the report that was sent by the servants that there's a positive report from Esau's side. യാക്കോബിനെ സ്വീകരിക്കാൻ യേശാവ് സന്തോഷത്തോടുകൂടി വരുമെന്നുള്ള ഒരു വിവരമാണ് കേട്ടത്. He received the report that Esau will come to receive Jacob. യാക്കോബിന്റെ മനസ്സിലുള്ള ഭയം കാരണം യാക്കോബ് തന്റെ കൂടെയുള്ള വലിയൊരു ജനക്കൂട്ടമുണ്ട്. അവരുടെ ഭാര്യമാര്, മക്കള്, അങ്ങനെയുള്ള ഒരുപാട് പേര് കൂടെയുള്ള, അതുപോലെ ഒരുപാട് മൃഗസമ്പത്തും ഒരുപാട് കൂടെയുണ്ട്. There were many people behind him with all the livestock also. He has that fear in his mind. അപ്പോ യാക്കോബ് എല്ലാവരെയും കൂടെ യേശാവ് നശിപ്പിക്കുമോ ഇല്ലെന്നൊരു ഭയം കാരണം ഇവരെയൊക്കെ ഓരോ ബാച്ചുകളാക്കി മുമ്പിൽ പോകുന്നവർ ഇവരെ ഇങ്ങനെയൊക്കെ ആക്കിയാണ് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യപ്പെട്ടത്. Because he thought that there would be instances that Esau can harm all of them, so he put them all in a sorting in a batches. പക്ഷെങ്കില് പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടാണ് യാക്കോബ് യേശാവിനെ കണ്ടത്. But it's more towards how Esau saw Jacob is what we read there. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യം ആദ്യമായിട്ട് വായിക്കാം. Begin the view with reading chapter 33 of Genesis, in verse 4. And Esau ran to meet him and embraced him and fell on his neck and kissed him, and they wept. തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ഒരു യേശാവിനെ അല്ല യാക്കോബ് അവിടെ കണ്ടത്. Jacob didn't see his brother who wanted to kill him, but it's all the opposite. എത്രയും വേഗം തന്റെ സഹോദരനുമായിട്ട് ഒരു രമ്യത ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ആശ്ലേഷിക്കുന്ന ഒരു സഹോദരനെയാണ് യാക്കോബ് കണ്ടത്. We see Jacob is seeing his brother who ran to meet him and embraced him, fell on his neck. കാലങ്ങൾ കഴിഞ്ഞു പോയെന്ന് വരികിലും തീർച്ചയായിട്ടും യാക്കോബിന്റെ മനസ്സിൽ ആ ഭയം ഉണ്ടായിരുന്നിരിക്കണം. Even the years gone by, this fear might have been there in the mind of Jacob. യേശാവിന്റെ മനസ്സിൽ എങ്ങനെയാണ് ഈ ഒരു ക്ഷമ ചോദിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു റിക്കൺസിലിയേഷന്റെ അവസ്ഥ ഉണ്ടായതെന്ന് വ്യക്തമല്ല ബൈബിളിൽ വായിക്കുമ്പോൾ. It's not particularly mentioned here what was the mind of state of mind would be in Esau. പക്ഷെങ്കിൽ അവരുടെ ആക്ഷൻസ്, അവർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ തോന്നിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. But when we read here the actions that they depicted here, we see that same mind here. അതായത് ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്ഥിതി രണ്ടുപേർക്കും ഉണ്ടായിരുന്നു വേണം ചിന്തിക്കാൻ. We can safely assume that they have that mentality of asking for forgiveness. അതേ അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കാം. We read verse 10 of the same chapter. And Jacob said, Nay, I pray thee, if now I have found grace in thy sight, then receive my present at my hand. For therefore I have seen thy face as though I had seen the face of God, and thou wast pleased with me. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു എന്നാണ് യാക്കോബ് യേശാവിനോട് പറയുന്നത്. So Jacob is saying to Esau, therefore I have seen thy face as though I had seen the face of God. യേശാവിന്റെ പഴയ സ്വഭാവം ആയിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക എന്ന് ചിന്തിച്ചു. So he might have thought that the same characteristics he might have in the beginning is also will reveal now also. എന്നാൽ വളരെ ചേഞ്ച് വന്നിട്ടുള്ള ഒരു യേശാവിനെയാണ് യാക്കോബ് കണ്ടത്. But now we see that there's a lot many changes happened in the life of Esau. യാക്കോബ് പറയുകയാണ്, എനിക്ക് മറ്റൊന്നും വേണ്ട, എന്റെ മുഖം ഞാൻ ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെയാണ്, അത്രയ്ക്ക് സമാധാനം മനസ്സിൽ വന്നു എന്നാണ് യാക്കോബ് പറഞ്ഞതിന്റെ പൊരുൾ. Now what Jacob said here is that also I have seen the face of God in Jacob. അവര് തമ്മിൽ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിച്ച് കരഞ്ഞു എന്നൊരു വാക്കുണ്ട്. എന്തിനാ കരഞ്ഞത്? We read here in verse 4, they ran to meet him. He ran to meet him and embraced him, and he also fled. Why did he weep? ഞാൻ ചിന്തിക്കുന്നത് സന്തോഷത്തിന്റെ ആശ്രു അല്ലെങ്കിൽ കരച്ചിൽ, This may be a joy of tears, is what I think. അല്ലെങ്കിൽ അനുതാപത്തിന്റെ ആധിക്യം കൊണ്ട് പഴയ കാര്യങ്ങളെ ഓർമ്മിച്ചിട്ട് ആ അനുതാപം എന്നുള്ള ആ വസ്തുത മനസ്സിൽ വന്നപ്പോൾ കരഞ്ഞു പോയതായിരിക്കണം. Or maybe because of that repentant heart that he might be having for what's gone on in their life past. അടുത്തത് 12-ാമത്തെ വാക്യം. And verse 12, we read here, and he said, Let us take our journey and let us go, and I will go before thee. ഈ വാക്യത്തിൽ എന്താണ് പ്രത്യേകത? What is special about this verse? ആരെങ്കിലും ശ്രദ്ധിച്ചോ? Has anybody paid attention? യേശാവ് പറയുന്നത് നമുക്ക്
ഒന്നിച്ച് പോകാം. Sorry. Yeah, so it's saying here, let us take our journey together and let us go. രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് വന്നത്. Both of them came from different directions. തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ക്ഷമ ചോദിച്ചു, ക്ഷമ കൊടുത്തു. ഇനിയും ചെയ്യേണ്ടത് സാധാരണ നിലയിൽ അവരുടെ സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. When they both together came together, and then he asked for forgiveness, and he was forgiven him also, and now they are going together. എന്നാൽ ഇവിടെ പറയുന്നത് നമുക്ക് ഒന്നിച്ചു പോകാം. Here we see that let us go together. റെക്കൺസിലിയേഷന്റെ, നിരപ്പിന്റെ ഒരു നല്ല അനുഭവം. This is the state of reconciliation. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? Have you ever pondered upon this thought? നമുക്ക് ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായ ശേഷം അത് സോറി പറഞ്ഞ് അല്ലെങ്കിൽ മാപ്പ് ചോദിച്ച് പരിഹരിച്ച ശേഷം പഴയ ഫെലോഷിപ്പ്, കൂട്ടായ്മ ആചരിക്കാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? To be able to enjoy that fellowship that we had once by asking if we have any ill toward others, by asking for forgiveness and then reconciling what? പലപ്പോഴും ഈ ക്ഷമ ചോദിക്കുന്ന രീതി തന്നെ നമ്മുടെ ഇടയിൽ വളരെ വ്യത്യാസമായിട്ടാണ്. Most often it's very difficult to ask for forgiveness. പലപ്പോഴും നമ്മൾ വിശ്വാസികളാണെങ്കിൽ പോലും സോറി ബ്രദർ അല്ലെങ്കിൽ സോറി സിസ്റ്റർ എന്ന് പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കും. Usually we provide excuse by saying sorry brother or sorry sister. അല്ലെങ്കിൽ പറയും ഞാൻ അങ്ങനൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല പറഞ്ഞത്. Or we say sometimes that I didn't say like this because of that's something there in my heart. എന്തായിരുന്നാലും അതങ്ങ് മറന്നേര്. Anything but just forgive about that. ഇന്നിങ്ങനെയുള്ള വാക്കുകളാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. These are all the words that can come from out of our. ഇന്നെന്തിനാ പറയുന്നതെന്ന് അറിയാമോ? By saying all this, എങ്ങനെയാണെങ്കിലും സഹോദരനോടോ സഹോദരിയോടോ രമ്യതയായതിനു ശേഷം കർത്തൃമേശയിൽ പങ്കെടുക്കാൻ കഴിയണം. അതില്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും, ഈ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്തുകൊണ്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുന്നില്ല. അത് ഒഴിവാക്കാനായിട്ട് പലരും ഈ വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. sometimes it's very important to get reconciled between brothers and sisters if they have any ill toward others before taking part in the Lord's table. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ, അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. That these things may not happen in our lives, so let's introspect that in our lives. യേശാവിന്റെയും യാക്കോബിന്റെയും ജീവിതത്തിൽ ഉണ്ടായ ഈ നിരപ്പിന്റെ അനുഭവം നമുക്കൊരു പാഠമായിരിക്കട്ടെ. This reconciliation part that happened in the life of Jacob and Esau is also kind of a lesson for us to learn. നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് 11-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിക്കാം. Shall we all turn to Gospel according to Mark chapter 11 and verse 25. And verse 25. We read there, and when ye stand praying, forgive if ye have aught against any, that your Father also which is in heaven may forgive you your trespasses. മലയാളത്തില് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In Malayalam it says, if you have anything against anyone. ഇംഗ്ലീഷിൽ അത് പറയുന്നുണ്ട്. English is specifically mentioned here. പ്രാർത്ഥനയ്ക്കായിട്ട് നാം നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനോ ക്ഷമ കൊടുക്കാനോ ഉണ്ടെന്നരികില് നാം അത് ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ. എന്നാൽ മാത്രമേ ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ക്ഷമ ലഭിക്കുകയുള്ളൂ. It's mentioned here that if you are standing for prayer, if you need to ask for forgiveness, if you need to forgive others, that needs to be done first before taking part of the Lord's table. കർത്തമേശയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചിലടത്ത് വായിക്കാറുള്ള ഒരു വേദഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:23-24 വാക്യങ്ങൾ. അവിടെ നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ വഴിപാട് അവിടെ വെച്ചതിന് ശേഷം പോയി സഹോദരനോട് നിറഞ്ഞിട്ട് വന്ന് നിന്റെ വഴിപാട് കഴിക്കാൻ. Usually in Matthew's Gospel also it's mentioned that if you have any ill toward others, you should first put your offering what you have brought there, but before that you go and reconcile with that brother or sister, and then only come together to take part of the Lord's table. വേറെയും ചിലരുടെ എക്സാമ്പിൾ പറയാനുണ്ട്, അതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. We also go forward. യോസഫിനെ കുറിച്ച് നമുക്ക് അറിയാം. We know about the story of Joseph. യോസഫ് ചെറുപ്പകാലമായിരുന്നപ്പോൾ തന്റെ സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു. While he was young, he was also betrayed by his own brothers. ഇവിടെ ആദ്യത്തെ കേസില് ഒരു സഹോദരനെ ഉണ്ടായിരുന്നുള്ളൂ എതിരിൽ നിന്നത്. Just before we also learned about that he was also betrayed by only one brother. എന്നാൽ ഇവിടെ അനേകരാണ്.
But ബ്രദേഴ്സ് ആണ്, here, സഹോദരങ്ങൾ. in this story, it talks about he was betrayed by other brothers. ഞാൻ ആ full ചരിത്രം പറയുന്നില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ. ഈ യോസെഫ് ഒരു ദൈവസന്നിധിയിൽ ഒരു നീതിമാനായി ആയിരുന്നത് കൊണ്ട് മിസ്രൈമിൽ ഒരു നല്ല സാക്ഷ്യം പുലർത്തി ജീവിക്കാനായിട്ട് കഴിഞ്ഞു. Because this Joseph was a righteous person before God, so therefore God blessed him and he was prospered in Egypt. എന്നാൽ ഇസ്രായേൽ മക്കൾ ഭക്ഷണം ധാന്യം കൊള്ളുവാനായിട്ട് ഈജിപ്തിലേക്ക് പോയ കഥയൊക്കെ നാം വായിക്കുന്നുണ്ട്. We also learn about the story where the children of Israel, when they were short of grains, they went to Egypt. ഈ സഹോദരങ്ങൾ ഈജിപ്തിൽ വന്ന ശേഷം ജോസഫ് അവരെ തിരിച്ചറിഞ്ഞു. അവരെ തിരിച്ചറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ടായി, എങ്കിലും വളരെ മനസ്സിന് വിഷമമുണ്ടായി. തന്നെ തന്നെ വെളിപ്പെടുത്തി സഹോദരങ്ങളോട് ജോസഫ് ക്ഷമിച്ചതായിട്ട് നാം വായിക്കുന്ന ക്ഷമിച്ചെന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ക്ഷമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We read that Joseph, when these brothers went there to Egypt, how Joseph revealed to his brothers, and we also read that we might assume that he also forgiven them. രണ്ട് ഒക്കേഷനില് ജോസഫ് സഹോദരങ്ങളെ കണ്ടിട്ട് മാറിപ്പോയി എന്നിട്ട് കരയുന്നതായിട്ട് കാണുന്നു. We see on two occasions Joseph, when he saw his brothers, he went further and then back. അവര് തന്നോട് കാണിച്ചതൊക്കെയും ക്ഷമിച്ചു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. We can say easily deduce the fact that he might have forgiven for all the things they have done. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം മുഴുവനും യോസഫ് സഹോദരങ്ങളോട് ഇടപെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. In Genesis chapter 42, we see about how Joseph is dealing with his brothers. 42-ന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. So we read the last verse of chapter 42 of Genesis, and he said, "My son shall not go down with you, for his brother is dead, and he is left alone. If mischief before him by the way in which he goes, then shall he bring down my gray hairs with sorrow to the grave." അതായിരുന്നു അപ്പന്റെ പ്രതികരണം. That was the response given by the father. എന്നാൽ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുകയും സഹോദരങ്ങൾ ചെയ്തതിനെ ക്ഷമിച്ചു കൊടുക്കുകയും അപ്പനോടുള്ള ആ സൗഹാർദ്ദം തുടരുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാനൊക്കെയും യോസഫിന് കഴിയും. Joseph was able to provide the circumstances how he forgave his own brothers for all the wrongdoings they had done to him. യോസഫിനെയും യേശു ക്രിസ്തുവിനെയും താരതമ്യപ്പെടുത്തി വചനത്തിൽ നാം കാണുന്നു. We see about the comparisons between Joseph and our Lord Jesus Christ. രണ്ടുപേരും സ്വന്തക്കാരാൽ വഞ്ചിക്കപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്തു. Both of them were betrayed by their own brothers. രണ്ടുപേരും ശത്രുക്കളോട് തങ്ങളെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുന്നു. Both of them were also forgiven enemies. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ കിടന്നത് പറയുന്ന വാക്കുകൾ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. We read about the Lord's cry to his father, "Father, forgive them, for they know not what they do." അടുത്ത ക്യാരക്ടർ ദാവീദാണ്. Next character we see about is David, King David. ദാവീദ് രാജാവിനെ കൊല്ലുവാനായിട്ട് അനേക പ്രാവശ്യം ശൗൽ രാജാവ് ശ്രമിച്ചു. King Saul sought many occasions to kill David. അതിലൊക്കെയും എങ്ങനെയോ രക്ഷപ്പെട്ടു പോന്നു. Somehow David was delivered from all those. പകരം വീട്ടാനുള്ള സാവകാശം ദാവീദിന് പലപ്പോഴും കിട്ടിയിരുന്നു. David had the occasion to revenge or take the vengeance against him. പക്ഷെങ്കിൽ ദൈവത്താൽ അഭിഷിക്തനായ രാജാവിനെ ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൽ ദാവീദ് രാജാവ് ഒഴിഞ്ഞു നിന്നു. But only because of the fact that King David he recused himself because only that he cannot do anything on the Lord's appointed. ദാവീദ് ഒരിക്കലും വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് ശൗലിനോട് പെരുമാറിയില്ല. He did not ever in his life had that vengeance or jealousy toward King Saul. ദാവീദിന് ശൗലിനോട് ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞു. King David was able to forgive King Saul. കാരണം ദൈവത്തിൽ നിന്നും അനേകം നന്മകൾ ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. Because King David was a person who received many blessings from the Lord God. താൻ രാജാവായതിനു ശേഷം ശൗലിന്റെ കുടുംബത്തോട് ദയ കാണിക്കുന്നതായിട്ട് കാണുന്നു. We see that after he became king, he showed mercy to the household of Saul. ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ദയ കാണിപ്പാനായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു ദാവീദിനെ കാണാം.
we read about David searching about anybody from household of King Saul who he can show mercy to. അവിടെ ക്ഷമിക്കുക മാത്രമല്ല, ആ ക്ഷമയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കൂടെ അവിടെ കാണുകയാണ് ചെയ്യുന്നത്. We see not only the അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് കൂടി അവിടെ കാണാൻ കഴിയും. we see about also the practical aspect of the forgiveness. ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ആ ക്ഷമിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ഒരു വിളംബരമാണ് അവിടെ ചെയ്യുന്നത്. It's a proclamation also. He is saying that after forgiving the other party, he is also providing if there's anybody else whom he can also show mercy. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരാളോട് ക്ഷമിച്ചതിന് ശേഷം ആ ക്ഷമ പ്രാവർത്തികമാക്കുവാൻ അല്ലെങ്കിൽ അനുഭവത്തിൽ കൂടി നമ്മുടെ പ്രവൃത്തികളിൽ കൂടി കാണിക്കാനും കൂടെ നമുക്ക് സാധിക്കണം. Also, there's a practical aspect to our own lives as well. After we forgive others, we should also show or in our actions or works. അടുത്ത ഒരു വ്യക്തി ദുർനടപ്പിൽ അല്ലെങ്കിൽ വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. The next story is about a woman who was pointed out from her മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അങ്ങനെ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് വ്യവസ്ഥ. As per the Mosaic law, if such person was found guilty, she should be stoned or he should be stoned. അങ്ങനെയാണ് ഈ സ്ത്രീയെ ചില ആൾക്കാർ കൂട്ടിക്കൊണ്ട് വന്ന് യേശുവിന്റെ അടുക്കൽ യേശുവിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി കൊണ്ടുവന്നു. So likewise, this crowd, they pulled this woman and brought her to Lord Jesus to see what he says. ആ ചരിത്രം നമുക്കറിയാം. കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. We see about the story that the one who did not committed the sin may first cast a stone against her. അവിടെ കൂടിയിരുന്നവരെല്ലാവരും സത്യസന്ധരായിട്ടുള്ള ആൾക്കാരായിരുന്നു. The crowd that were there, they were all true crowds there. ആരും കള്ളം പറഞ്ഞില്ല. No one made any lie or കാരണം എല്ലാവരും പാപം ചെയ്തവരായിരുന്നു. everyone has കർത്താവ് പറഞ്ഞത് പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്നാണ്. Lord Jesus said, those who have not committed any sin, let him cast the first stone. ഓരോരുത്തരായി അവിടുന്ന് സ്ഥലം വിട്ടു. One by one, everyone left. യേശുക്രിസ്തു ആ സ്ത്രീയോട് ക്ഷമിക്കുന്നു. We see that Lord Jesus Christ is forgiving that woman. ആ ഒരു ക്ഷമയ്ക്ക് ഒരു പ്രത്യേക ആസ്പെക്ട് ഉണ്ട്, ഒരു പ്രത്യേക കാര്യമുണ്ട്. That forgiveness there has a special aspect. ഏത് വ്യക്തിയോടാണോ നാം ക്ഷമിക്കേണ്ടത്, ആ വ്യക്തി ക്ഷമിക്കപ്പെടാതിരുന്നാൽ ഉള്ള അവസ്ഥയെക്കുറിച്ച് ഒരു ബോധ്യവും ആ വ്യക്തിയുടെ പേരിൽ ഒരു ദയയും കരുണയും കൂടെ വേണം. To whom we are supposed to forgive the other person, if that person has that feeling of being forgiven and that mercy, then only is forgiven. ഇവിടെ വീണ്ടും പറയട്ടെ, ന്യായപ്രമാണ പ്രകാരം ആ സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട സ്ത്രീയാണ്. This woman should be stoned as per the Mosaic law. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവളെ തള്ളിവിടുകയാണെങ്കിൽ അവളുടെ ജീവിതം അതോടെ അവസാനിച്ചു. But if we go on with that law, then her life would have been destroyed then and there. കർത്താവ് അവളുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. But we see that Lord Jesus Christ is delivering her. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യാതിരിക്കാൻ ഉപദേശിച്ചു വിടുന്നു. He is suggesting to her that do not sin anymore, so I do not condemn you also. വേറെ ഒരു സംഭവം കൂടെ പറയട്ടെ, മുടിയൻ പുത്രനും തന്റെ പിതാവും. Another story is about the prodigal son and his father. ചരിത്രങ്ങൾ അറിയാവുന്ന കാര്യം ഒന്നും പറയാതെ ഞാൻ പറയട്ടെ. മുടിയൻ പുത്രന് നാളുകൾ കഴിഞ്ഞപ്പോൾ തനിക്ക് പാപബോധം ഉണ്ടാവുകയും ക്ഷമ ചോദിക്കാൻ, അപ്പനോട് ക്ഷമ ചോദിക്കാൻ, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സുബോധം തന്നെ വന്നു. This prodigal son had that mentality to go back and ask for forgiveness to his father after many years. അതേസമയം ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വീട് വിട്ടു പോയ മകനെ കുറിച്ചുള്ള ഭാരവും പ്രയാസവും ഈ പിതാവിനുണ്ടായിരുന്നു. അവൻ എപ്പോ വന്നാലും അവനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു പിതാവ്. We also see that this father who was also in that state that he can also embrace his lost son whenever he comes back. അപ്പൻ ഈ മകനോട് ക്ഷമിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവന്റെ ദയനീയ അവസ്ഥ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. The only reason this father was able to forgive his son is because of the state that he was in. ഒന്നുമില്ലാത്തവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ശാരീരികവും മാനസികവുമായി തകർന്നവനായിട്ട്
ഈ പുത്രൻ മടങ്ങി വരികയാണ്. His son was turning back after losing everything that he had. അവനോടുള്ള കരുണയുടെ ആസ്പെക്ട് ആണ് ആ അപ്പന് ഈ മകനെ സ്വീകരിക്കുവാനും ക്ഷമിക്കുവാനും സഹായിച്ചത്. The grace that shown by father is because he was able to embrace his son. അതിന്റെ ഫലമായിട്ട് കുടുംബത്തിൽ സന്തോഷം. Because of that, he was in the family. It was. അവസാനമായിട്ട് ഒരാളുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. I need to conclude by saying one more story. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കണമെന്നില്ല. വാക്യങ്ങളിൽ ഒരു ദുഷ്ടനായ ദാസനെ കുറിച്ച് പറയുന്നു. In Matthew's Gospel, chapter 18 and verses 21 to 25, we read about a bad servant. ആ ദുഷ്ടനായ ദാസൻ വലിയൊരു കടംപെട്ടവനായിരുന്നു. That evil servant, he was in debt. Huge amount. വലിയൊരു തുക. He was in debt with a huge. യജമാനൻ അത് വീട്ടിൽ കൊടുത്തു. വീട്ടിൽ പറഞ്ഞാൽ കളിച്ചു കൊടുത്തു. The master has paid. Not paid. He said no. Written off. അപ്പോൾ അങ്ങനെ ക്ഷമ ലഭിച്ച് നല്ലൊരു യജമാന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തീരുമാനമാണ് ഈ ദുഷ്ടദാസൻ കേട്ടത് എങ്കിലും although this evil servant received a good report from his master, തന്റെ കടങ്ങളെല്ലാം വീട്ടിയതായിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുത്തതായിട്ട് പറഞ്ഞുവെങ്കിലും although all his debt were written off, തിരിച്ച് വരുന്ന വഴിക്ക് but when he was returning back, ഈ സെർവന്റിനോട് കടം വാങ്ങിയ മറ്റൊരു വ്യക്തിയെ ചെറിയ കടം വാങ്ങിയ മറ്റൊരു വ്യക്തിയെ കാണും. we see about a small person who had a debt with a small amount from this person. അപ്പോൾ ഈ ദാസന് അവനോട് യാതൊരു അനുകമ്പയും കാണിക്കാതെ ഞാൻ തന്ന പണം ഇപ്പം തന്നെ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അവനോട് വാദിക്കുകയാണ്. We see there how this person is showing cruelty to his debtor, that whatever I have given to you, you need to pay it back. അവൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ നന്മ, അതായത് അവന്റെ യജമാനൻ തന്നോട് കാണിച്ച ആ ദയയും കാരുണ്യവും ഈ ചെറിയ കടക്കാരനോട് കാണിക്കുവാനായിട്ട് തയ്യാറായില്ല. He was not ready to forgive or to show that grace and mercy that he received from his master. ദൈവം നമ്മോട് വളരെയധികം ക്ഷമിച്ച ഒരു കാര്യമാണ്. Our Lord God has forgiven us. നമുക്ക് നമ്മള് ഇന്ന് ആരാധനയ്ക്ക് ഓർത്ത കാര്യം അതാണ്. നമുക്ക് അങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് ഒരു ക്ഷമ കിട്ടാനായിട്ട് യാതൊരു യോഗ്യതയുള്ളവരായിരുന്നില്ല. That's the thing we have remembered in our worship as well. We were not worthy to receive that grace. സകല കടങ്ങളും ക്ഷമിച്ചതും He forgave all our debts സൗജന്യമായി freely. He has forgiven. അങ്ങനെ ഇരിക്കെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കടംപെട്ടവരല്ലേ? If that's the case, aren't we also supposed to forgive others? നമ്മളോട് ദൈവം ക്ഷമിച്ചതിന്റെ ആ അനുഭവത്തിലെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നാം കടംപെട്ടവരാണ്. We are debted to forgive others in the way that how God has forgiven all our debts. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും ഒക്കെയുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം അന്യോന്യം ക്ഷമിക്കാൻ കഴിയാത്തതാണ്. The main reason why we have problems between ourselves in our family and in our society, we cannot forgive others. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനും ഉള്ള ദൈവകൃപ ലഭിക്കേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. In that situation, we are supposed to ask for grace from the Lord to forgive others and also ask for forgiveness. അവസാനം ഒരു വാക്യം വായിച്ച് ഞാൻ മെസ്സേജ് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 4:32 വാക്യം. I would like to close by saying, read about the Ephesians chapter 4 and verse 32. And be kind one to another, tender-hearted, forgiving one another, even as God for Christ's sake has forgiven you. പ്രശ്നത്തിനൊക്കെ പരിഹാരം അതാണ്. This is the only solution for all the problems. അന്യോന്യം ദയ കാണിക്കുക, We have to be kind one to another, അന്യോന്യം ക്ഷമിക്കുക. to have a forgiving heart. അതിന്റെ ഒരു യാഡ് സ്റ്റിക്ക് വെച്ചിരിക്കുന്നത് ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ. That's the yardstick that God has put it, is that how God has forgiven us. പലരുടെ ഉദാഹരണങ്ങൾ കേട്ടു. You have seen the examples from all the യേശാവും യാക്കോബും കൂടിയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചു എന്ന് നാം വിശദമായിട്ട് കണ്ടു.
we read about how between Esau and Jacob, how they were reconciled. അവര് പ്രശ്ന പരിഹാരത്തിന് ശേഷം ഒന്നിച്ച് യാത്ര തുടരാൻ ആഗ്രഹിച്ചു. They were able to go together after solving all their differences. ജോസഫിന്റെ കാര്യത്തില് സഹോദരങ്ങളോട് ക്ഷമിക്കുകയും സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുകയും ചെയ്തു. In the case of Joseph, Joseph was able to forgive his brothers, and he also blessed. ദാവീദും അതുപോലെ ശൗലിനോട് ക്ഷമിച്ചു. കൂടാതെ ശൗലിന്റെ കുടുംബത്തിൽ ദയ കാണിക്കാനായിട്ട് ആഗ്രഹിച്ചു. Likewise, King David also forgave Saul also, and he had mercy shown towards his household. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ രക്ഷിക്കാനായിട്ട് കർത്താവായ യേശുക്രിസ്തു അവളോട് ക്ഷമിക്കുകയും അവളോട് കരുണ കാണിക്കുകയും ചെയ്തു. Our Lord Jesus Christ was able to show mercy and forgive that woman who was caught in adultery. ഈ ദുഷ്ടനായ ദാസൻ ചെയ്തത് ഒരിക്കലും സ്വീകാര്യമല്ല. ആര് കേട്ടാലും അവനെ കുറ്റമേ പറയുള്ളൂ. This the last story that we read about this evil servant. This also should not be applied to our lives as well. എങ്ങനെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും? How these things should apply in our lives? ദൈവ കൃപ വേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. This is at least the two things that is very much important in our lives. ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനും. To ask for forgiveness and to forgive others. ക്ഷമിച്ചതിന് ശേഷം ഒന്നിച്ചു പോകാൻ, ഒന്നിച്ച് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ, ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കാൻ, ആ ഒരു മനസ്ഥിതിയോടുകൂടെ വേണം ക്ഷമിക്കാനും തുടർന്നുള്ള കാര്യങ്ങൾ. We should also forgive and forgive others also before taking part in the Lord's Supper and have that fellowship with each other. ഇത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുവാനായിട്ട് സാധിക്കുമെങ്കിൽ ദൈവം തീർച്ചയായിട്ടും സന്തോഷവാനായിരിക്കും. നമ്മുടെ ജീവിതം ധന്യമാകും. ദൈവനാമം നമ്മൾ കൂടി. May the Lord bless all of us. We should also apply all these principles to our lives, and only our God will be praised. എനിക്ക് ഈ അവസരം തന്ന ഉത്തരവാദപ്പെട്ടവരോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. I also thank to the responsible board of the church who provided this opportunity.